അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളൊരു മുട്ടിനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഒരു 55-60 വയസ്സ് വരെ നിങ്ങൾക്ക് പയറുമണി പോലെ നടക്കാം. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ തുടങ്ങുകയാണ് മുട്ടുവേദന. സ്റ്റെപ്പ് കയറാൻ വയ്യ, നമ്മൾ അത്തയ്യാത്തിൽ നിസ്കാരത്തിൽ ഇരിക്കാൻ വയ്യ. മുട്ട് തേയ്മാനാണ് കാരണം. പക്ഷേ മുട്ട് തേയ്മാനം എല്ലാവർക്കും ഇല്ലേ? എല്ലാവർക്കും എന്താ ഒരുപോലെ വേദന ഇല്ലാത്തത്? അതിന് കാരണം എന്താ വെച്ചാൽ മുട്ടിൻ്റെ മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യുന്ന മസിൽസ് നല്ല സ്ട്രെങ്ത് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് മുട്ട് തേയ്മാനം അത്ര ബാധിക്കൂല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ കുറച്ച് മുട്ടിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസുകൾ, അതായത് നമ്മുടെ ക്വാഡ്രിസെപ്സ്, ഹാംസ്ട്രിങ് മസിലിനൊക്കെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസുകൾ സ്ഥിരമായിട്ട് ചെയ്യാം. ഒരു 10-15 മിനിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ എക്സസൈസ് പറയുമ്പോൾ പലരും ചോദിക്കും, ഞങ്ങൾ നല്ല കഠിനാധ്വാനം ചെയ്യുന്നവരാണ്, ഇനി വേറെ എക്സസൈസ് വേണോ? നിങ്ങൾ എത്ര അധ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെ മുട്ടിൻ്റെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസുകളോ അല്ലെങ്കിൽ അതിന് പറ്റുന്ന ജോലികളോ ആയിരിക്കില്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളൊരു മുട്ടിനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഒരു 55-60 വയസ്സ് വരെ നിങ്ങൾക്ക് പയറുമണി പോലെ നടക്കാം. കാലുകൊണ്ട് മടക്കി വെക്കുക. കാലുകൊണ്ട് മടക്കി വെച്ചിട്ട് ഇതിങ്ങനെ മുട്ടിൻ്റെ ഇടയിൽ വെക്കുക. ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുക. ഒരു 10 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക, വിടുക. ഓക്കെ, ഇനി അടുത്ത് കാലുണ്ടും നീട്ടി വെച്ചിട്ട് ഒരു കാല് സ്ട്രെയിറ്റ് പൊക്കുക, മുട്ട് മടക്കരുത്. ഈ ലെവലിൽ കുറച്ചുകൂടെ പോട്ടെ. അങ്ങനെ 10 സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്യുക, താഴ്ത്തുക, വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, താഴ്ത്തുക. ഈ ഓരോ എക്സസൈസ് ഒരു 10 തവണ 3 റൗണ്ടായിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.